എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തുണിയൊക്കെ വിരിച്ചിട്ടേക്കണ കണ്ടിട്ട് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു എണ്ണ കാച്ചാതെ തന്നെ നമുക്ക് എണ്ണ കാച്ചിയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഒരു തുണി വെയിലത്തിട്ടേക്കണെയാണ്. ആ തുണിയിലേക്ക് നമ്മളിപ്പം മൈലാഞ്ചിയുടെ ഇല പറിച്ചത് അല്പം ഇട്ട് കൊടുത്തു. നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാട്ട ഇലയൊക്കെ. തുളസിയുടെ ഇല കുറച്ചെടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് കുരുമുളകിൻ്റെ ഇലയാട്ടാ. കുരുമുളകിൻ്റെ ഇല, പനിക്കൂർക്കയുടെ തണ്ടാട്ട അതും നമുക്ക് വെയിലത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയുടെ തണ്ടാണ്. ഒരു 3-4 തണ്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായി. ചെറിയ പീസുകളായിട്ടാണ്, ചെറിയ തണ്ടാട്ടാ. അത് നമുക്ക് വെയിൽ കൊള്ളാൻ പാകത്തിന് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കിക്കോ. നല്ലൊരു എണ്ണയാണ്. എല്ലാ മക്കളുടെയും തലയിൽ പരട്ടി കൊടുക്കാൻ നല്ലതാണ്. ഇനി എടുത്തിരിക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാട്ടോ. ചെമ്പരത്തിയുടെ ഇല നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു ചെമ്പരത്തിയുടെ ഈ 5 ഇതളുള്ള പൂവില്ലേ, അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പൂവ് എനിക്ക് കിട്ടി. അത് ഞാൻ വെയിലത്തിട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് വേപ്പിൻ്റെ ഇലയാണ്. വേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഇതേപോലെ എണ്ണ എടുത്തു വെച്ചപ്പം ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു. അത് ഞാൻ ചേർത്തത് വേറെ എണ്ണ എനിക്ക് ഇരിപ്പുണ്ട്. ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ ആര്യവേപ്പിൻ്റെ ഇല കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല കേട്ടോ. ആര്യവേപ്പിൻ്റെ ഇലയും നല്ലതാണ് മുടിയിൽ പെരട്ടാനായിട്ട്. നമുക്ക് പേൻ്റെ ശല്യമൊന്നും അന്നേരം ഉണ്ടാവില്ല ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുത്താൽ. പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ എണ്ണ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇത് നമ്മളിനി ഒരു 3-4 ദിവസം ഉണക്കിയെടുക്കണം. നമ്മൾ ഉണക്കാനായിട്ട് വെയിലത്തിട്ടേക്കാണ്. ഒരു 4 ദിവസം കൊണ്ട് നമുക്കിത് നന്നായിട്ട് ഉണങ്ങി കിട്ടണം. അതുവരെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കണം കേട്ടോ. ഞാനതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു 2 തണ്ട് മുരിങ്ങയിലയും കൂടെ ചേർത്ത് കേട്ടോ. ഉണങ്ങാനായിട്ട് ഇട്ട് കൊടുത്തു. മുരിങ്ങയിലയും നമുക്ക് നല്ലതാണ് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ എല്ലാ സ്കിന്നിൻ്റെ അസുഖങ്ങൾക്കും മുരിങ്ങയില നല്ലതാണ്. അപ്പം നമുക്ക് മേത്തൊക്കെ ഈ എണ്ണ തന്നെ പറ്റാം. ഇതേ ഞാനിവിടെ ഉണക്കിയെടുത്തതാണ്. 4 ദിവസം കൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടി. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്രയും ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടാ. ഇതുണ്ട്, നമുക്ക് ഇത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ പൊടിഞ്ഞു പോകും നമ്മുടെ ഈ ഇല. അതേ രീതിക്ക് നമുക്ക് ഉണങ്ങി കിട്ടണം കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള പാത്രം ഉപയോഗിക്കാം. ഞാനിവിടെ ഈ ഒരു ടിന്നാണ് ഉപയോഗിക്കുന്നത്. എണ്ണ കാച്ചി ഉപയോഗിക്കണവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾ എണ്ണ കാച്ചാൻ നിൽക്കില്ല, ഈ രീതിയിലേ ചെയ്യുള്ളൂ. നല്ല വെയിലല്ലേ ഇപ്പം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്ത് വെച്ചാൽ എല്ലാ കാലവും നമുക്ക് എണ്ണ കാച്ചിയ രീതിയിൽ ഉപയോഗിക്കണ പോലെ ഉപയോഗിക്കാം. ഞാനിവിടെ ഇലകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം 1 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അതിൽ കുരുമുളക് നമുക്ക് തലയിലൊക്കെ പറ്റാൻ നല്ലതാണ്. നമ്മുടെ എണ്ണയിൽ കിടക്കുന്നത് നല്ലതാണ്. നീർദോഷമൊന്നും ഉണ്ടാവില്ല കുരുമുളക് ഇട്ടാൽ. ഇനി ആ തുണിയിൽ കിടന്ന പൊടിഞ്ഞു പോയ ഇലയൊക്കെ ഞാൻ അതിലേക്ക് തൂത്തിടുകയാണ്. തൂത്തിട്ട ശേഷം നമുക്ക് അതിലേക്ക് എണ്ണയല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കിലോയുടെ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഇല മുങ്ങി കിടക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഒരു 2 ആഴ്ചയോളം ഇരുന്ന് കഴിയുമ്പോൾ ഈ എണ്ണയുടെ കളറ് മാറും. നമ്മുടെ പാകത്തിന് പിന്നെ നമ്മൾ എടുക്കണതനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഇലയൊക്കെ ഒന്ന് അമർത്തി കൊടുത്ത ശേഷം പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിൽ നമ്മൾ എണ്ണ പകർത്തി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എക്കാലവും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇത് നമുക്ക് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. 2 ആഴ്ച കഴിയുമ്പോൾ എടുത്താൽ മതി. ഞാനിവിടെ നേരത്തെ ഉപയോഗിക്കുന്ന ടിന്നാണിത്. ഇതിൽ എല്ലാ ഇലകളും ഞാൻ ഉണക്കിയിട്ടേക്കണെയാണ്. ഇതിൽ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട എണ്ണ കളർ മാറി കിട്ടിയേക്കണ കണ്ട. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ വേറൊരു കുപ്പിയിലേക്ക് പകർത്തി വെച്ചാൽ മതി. പിന്നെ വീണ്ടും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കൂടുതൽ കാലം നമുക്ക് ഈ എണ്ണ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. ഞാൻ നേരത്തെ ഉപയോഗിക്കുന്നത് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ.
ഇത് കണ്ട ഇതേപോലെ ഞാൻ കുപ്പിയിലേക്ക് പകർത്തി വെക്കും ഉപയോഗിക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ എള്ളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ എണ്ണയിൽ എള്ളും ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ, ഇഷ്ടപ്പെട്ടോ എന്ന്. ഈ നമ്മുടെ എണ്ണ 2 ആഴ്ച കഴിയുമ്പോൾ കളറ് മാറുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അടച്ചു വെച്ച എണ്ണ 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇത് കണ്ട ഇതേപോലെ കളറ് മാറി നമുക്ക് എണ്ണ കിട്ടും കേട്ടോ. എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.